നമുക്ക് നാട്ടിൽ ജോലിയുണ്ട്, വിദേശത്ത് ബിസിനസ്സുണ്ട്, വിദേശത്ത് ജോലിയുണ്ട്. ഇനി തിരിച്ചു പറഞ്ഞാൽ നാട്ടിൽ ജോലിയുണ്ട്, വിദേശത്ത് ബിസിനസ്സും ഉണ്ട്. എനിക്കെല്ലാം ഉണ്ടെന്നേ. എന്താ തെറ്റ്? ഇത് ചോദിക്കുന്നത് ഞാനല്ല കേട്ടോ. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന നേതാവായിട്ടുള്ള പ്രസിഡൻ്റായിട്ടുള്ള PK ഫിറോസ് അവർകളാണ് പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള KT ജലീലിൻ്റെ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തമായി KT ജലീൽ കൊണ്ടുവന്നത് ദുബായിലും വിദേശ രാജ്യങ്ങളിലും PK ഫിറോസിന് കച്ചവടമുണ്ട്. ബിസിനസ്സുണ്ട്. കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞാൽ വേറെ എന്തോ ആയിപ്പോൾ. ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെയാണ്, ബിസിനസ്സുണ്ട്. അപ്പോൾ PK ഫിറോസ് പറയുന്നത് അങ്ങനെ ബിസിനസ് ചെയ്യുന്നതിൽ തെറ്റുണ്ടോ? ഔദ്യോഗികമായി അവിടെ കൊടുക്കേണ്ട ഇൻകം ടാക്സ് അവിടെ കൊടുത്ത്, അവിടെ കൊടുക്കേണ്ട ടാക്സുകളെല്ലാം അവിടെ കൊടുത്ത്, പ്രൊഫഷണൽ ടാക്സും കൊടുത്ത്, ഇവിടെ കൊടുക്കേണ്ട ടാക്സുകൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു പൊളിറ്റിക്കൽ ലീഡർക്കും ബിസിനസ് ചെയ്യാം. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് പൊളിറ്റിക്സ് വരാം. എത്രയോ പേര് അങ്ങനെ ഉണ്ടല്ലോ. അതുകൊണ്ട് PK ഫിറോസിൻ്റെത് ഒരു പുതിയ കണ്ടുപിടുത്തമായിട്ട് KT ജലീൽ പറയുന്നതിലൊരു കാര്യമില്ല. അതേസമയം ആ ബിസിനസ് കള്ള ബിസിനസ്സാണ്, ഹവാല ബിസിനസ്സാണ്, കള്ളക്കടത്ത് ബിസിനസ്സാണ്, ഗഞ്ചാവ് ബിസിനസ്സാണ്, അല്ലെങ്കിൽ മദ്യത്തിൻ്റെ അനധികൃതമായ മദ്യ വിൽപ്പനയാണ്. ബാർ നടത്തുന്ന ഒത്തിരി പേര് രാഷ്ട്രീയത്തിൽ വന്നിട്ടില്ലേ? അങ്ങനെയൊക്കെയുള്ള അനധികൃതമായ മണി ഫ്ലോയുടെ, കള്ളപ്പണത്തിൻ്റെ ഫ്ലോയ്ക്കുള്ള ചാൻസ് ഉണ്ടാക്കുന്ന ബിസിനസ്സുകളാണ് PK ഫിറോസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും KT ജലീൽ താങ്കളിത് പുറത്തു കൊണ്ടുവരണം. അല്ലാതെ ലൈസൻസ് എടുത്ത ആളുകൾക്ക് ബിസിനസ് ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം PK ഫിറോസ് കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന്. അടുത്തുണ്ടായിരുന്നെങ്കിൽ ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തന്നെ. എന്താണെന്നറിയാം, വേറൊന്നിനുമല്ല, അതേ ഒരു പോയിന്റ് പറഞ്ഞു. ആ പോയിന്റ് വളരെ കറക്റ്റാണ്. പണ്ട് ചൈനയിൽ നിന്ന് കുറേ സഹാക്കളോട് വന്നപ്പോൾ ഇവിടുത്തെ സഹാക്കളോട് ചോദിച്ചു, നിങ്ങളെന്താ ജോലി? അപ്പോൾ ഒരു ജോലിയില്ല, രാഷ്ട്രീയ പ്രവർത്തനം. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾക്കെന്താ ജോലി? അവർക്കെല്ലാം ഓരോ ജോലിയുണ്ട്, അതിന് പുറമെയാണ് രാഷ്ട്രീയ പ്രവർത്തനം. അപ്പോൾ ഇവിടെ ജോലിയില്ല, പിന്നെ വരുമാനം എന്ത് കഴിക്കുമെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഞങ്ങൾ പാർട്ടി പിരിവ് പരിപാടികൾ ജനങ്ങൾ തരും എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ടു. ഇതൊരു വലിയ വിഷയമാണ്. ജനാധിപത്യത്തിൽ അഴിമതി കുറച്ച് നടക്കണമെങ്കിൽ ആളുകൾക്ക് വരുമാനമുണ്ടാകണം. അതുകൊണ്ട് ഫിറോസിക്ക, നിങ്ങൾ മുത്താണ്, മൊഞ്ചാണ്. നിങ്ങൾ അടിപൊളിയായിട്ട് ബിസിനസ് ചെയ്യുക. നിങ്ങൾ 2000 രൂപയും 1500 രൂപയൊക്കെ ഒരു ദിവസം ഡീസൽ നിങ്ങൾക്കാവുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ 5 പൈസ ലീഗിൽ നിന്ന് വാങ്ങുന്നില്ല എന്ന് പറയുന്നു. നിങ്ങൾ വലിയ നേതാവല്ലേ? ഭാവിയിലെ കുഞ്ഞാലിക്കുട്ടിയോ ഇന്ന് കുഞ്ഞാലിക്കുട്ടിയേക്കാൾ വലിയ ആളൊക്കെ ആവേണ്ട ആളാണ്, വലിയ നേതാവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, PK ഫിറോസ്, നിങ്ങളുടെ കാഴ്ചപ്പാട് കൊണ്ടുപോവുക. അത് നല്ല കാഴ്ചപ്പാടാണ്. ജോലി ഉണ്ടാവണം. അത് വിദേശത്ത് ചെയ്യാൻ പറ്റും, വിദേശത്ത് ചെയ്യുക, സ്വദേശത്ത് ചെയ്യാം. നിങ്ങൾക്ക് മുസ്ലിംസ് ഒരുപാട് വിദേശത്തുള്ളതുകൊണ്ട് താങ്കൾക്ക് വിദേശത്തും ജോലി ചെയ്യാം, സ്വദേശത്തും ജോലി ചെയ്യാം. വന്നും പോയി നിൽക്കുകയും ചെയ്യാം. താങ്കളുടെ സംഘടനാ പ്രവർത്തനത്തിൽ എന്തെങ്കിലും കുറവ് വന്നോ നോക്കേണ്ടത് താങ്കളുടെ യൂത്ത് ലീഗുകാരാണ്. അദ്ദേഹം ബിസിനസ്സുമായിട്ട് പോകുന്നു, സംഘടനയെ കിട്ടുന്നില്ല, അത് വേറെ വിഷയമാണ്. അല്ലാതെ ജലീൽ ഭായി താങ്കൾ പറയുന്നതിനകത്ത് ഒരു മെരിറ്റുമില്ല. പിന്നെ എന്തെങ്കിലും ഡോക്യുമെൻ്റ് താങ്കളിലുണ്ടെങ്കിൽ ദയവായി ഒന്ന് പുറത്ത് വിട്ടാൽ നമുക്ക് വളരെ സന്തോഷമായിരിക്കും. നമുക്ക് അത് വച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് നീക്കാം.